മാടമ്പള്ളിയിലെ മനോരോഗിയെ ഡോക്ടർ സണ്ണി വന്ന് കണ്ടെത്തുകയും പെട്ടെന്ന് രോഗം നിർണയിക്കുകയും രോഗം ഭേദമാക്കുകയും ഒക്കെ ചെയ്തതുപോലെ ഇന്ദിരാഭവനിലെ മനോരോഗിയെ കണ്ടെത്തി എത്രയും വേഗം സണ്ണിച്ചായൻ വന്ന് ശരിയാക്കുമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ ധാരണ. സണ്ണിച്ചായനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോഴാണ് ഹൈക്കമാൻഡിനും സണ്ണിച്ചായനും മനസ്സിലായത് സംഗതി പുലിവാല് പിടിച്ചു എന്ന്. കാരണം എന്താണ്? ഇന്ദിരാഭവനിൽ നിറയെ മനോരോഗികളാണ്. ഒരുത്തനല്ല, ഒരാളല്ല, ഒന്നിലധികം മനോരോഗികൾ. സണ്ണിച്ചായൻ ഒറ്റയ്ക്ക് പിടിച്ചാൽ നടക്കുന്നതല്ല ഈ മനോരോഗികളെ ഒന്നാകെ സുഖപ്പെടുത്താൻ. ഇത് വലിയ പാടാണ്. കാരണം എന്താണ്? എല്ലാവരും തുന്നിക്കെട്ടി വച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി കുപ്പായം. എല്ലാവരും തുന്നിക്കെട്ടി വച്ചിരിക്കുകയാണ് പുനഃസംഘടനയിൽ ഉന്നത സ്ഥാനമാനങ്ങൾക്കുള്ള കുപ്പായം. എല്ലാവർക്കും ഉന്നത സ്ഥാനമാനങ്ങൾക്കുള്ള കസേരകൾ വേണം. സണ്ണിച്ചായൻ മൂക്കത്ത് വിരൽ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? സുധാകർജി തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും കണ്ണൂരിൽ മര്യാദയ്ക്ക് MLA സ്ഥാനവും വഹിച്ച് ഇരുന്നു പോയേനെ. ഇത് എൻ്റെ തലയിൽ ചേരുന്ന കിരീടമല്ല എന്ന് സണ്ണിച്ചായന് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലായി. പുനഃസംഘടന വേണമെന്നായിരുന്നല്ലോ മുറവിളി. ഒടുവിലൊരു സമവായത്തിലെത്തി. പുനഃസംഘടനയൊന്നുമില്ല. ഇത് തന്നെയല്ലേ കെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത്? പുനഃസംഘടനയൊന്നും സാധ്യമാകില്ല KPCC-യിൽ. കാരണം എന്താണ്? എല്ലാവർക്കും വേണം അപ്പകഷണം, അധികാരത്തിന്റെ അപ്പകഷണം. എല്ലാവർക്കും വേണം മന്ത്രി കസേര, എല്ലാവർക്കും വേണം ജനറൽ സെക്രട്ടറി കസേര, എല്ലാവർക്കും വേണം ട്രസ്റ്റിയുടെ കസേര. നടക്കുന്ന കാര്യമാണോ? സുധാകരൻ അതുകൊണ്ട് എല്ലാവരെയും ഒരു വിധത്തിൽ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോയതാണ്. സണ്ണിച്ചായൻ വന്നപ്പോൾ സണ്ണിച്ചായന് മനസ്സിലായി സുധാകരന്റെ മെയ്വഴക്കവും തഴക്കവും പഴക്കവും ഒന്നും തനിക്ക് ചേരുന്നതല്ല. താൻ അവിടെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയായിരുന്നു. ഇതൊന്നും തനിക്ക് ചേരുന്ന പണിയല്ല എന്ന് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ സണ്ണിച്ചായന് മനസ്സിലായി. അതുകൊണ്ട് പുനഃസംഘടനയിൽ ഒരു സമവായമെത്തി. എന്താണ്? ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ഇലക്ഷൻ മുന്നിൽ കൊണ്ടുകൊണ്ട് നിലവിലുള്ള ആളുകളെ ഒന്നടങ്കം മാറ്റി പുതിയ ആളുകളെ നിയമിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ ഹൈക്കമാൻഡ് അവിടെ ഇരുന്ന് തോന്നിയതുപോലെയൊക്കെ പറയും. അതൊന്നും കേരളത്തിൽ നടപ്പിലാകില്ല. കേരളത്തിൽ അങ്ങും ഇങ്ങും ഒന്നോ രണ്ടോ ആളുകളെയൊക്കെ ഒന്ന് മാറ്റി ചില മിനുക്ക് പണികളൊക്കെ നടത്തും. എന്താണ്? ഈ വീടിന് മോടി പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഇല്ലേ? വാടകയ്ക്ക് ഒരാൾ താമസം മാറി പോകുമ്പോൾ അടുത്ത ഒരാൾ വരുന്നതിന് മുന്നേ ഒന്ന് മിനുക്ക് പണി നടത്തില്ലേ? അതുപോലൊരു മിനുക്ക് പണി ഇലക്ഷന് മുന്നേ ഒരു മിനുക്ക് പണി നടത്തും. അത്രയേ ഉള്ളൂ. അല്ലാതെ പുനഃസംഘടന എന്ന് പറയുമ്പോൾ നേതാക്കളെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളെ എടുത്ത് മാറ്റിയിട്ട് അവിടെ വേറെ ആളുകളെ കൊണ്ടുവയ്ക്കുകയൊന്നുമില്ല. ഒരു മിനുക്ക് പണിയൊക്കെ നടത്തും. അപ്പോഴാണ് സതീക്ഷപക്ഷത്ത് നിന്നതായി എണീറ്റ് വരുന്നു ചില ആളുകൾ. പറയുന്നു തരൂരിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനിക്കുന്നത്? തരൂരിതാ മോദിയുടെ കൂടെ അവിടെ കറങ്ങുന്നു, ഇവിടെ കറങ്ങുന്നു, അങ്ങോട്ട് പോകാൻ പോകുന്നു, ഇങ്ങോട്ട് പോകാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനൊരു തീരുമാനം എടുക്കണം KPCC എന്ന് പറഞ്ഞുകൊണ്ട് വാളോങ്ങിക്കൊണ്ട് സതീക്ഷപക്ഷത്ത് നിന്നും ആളുകൾ എണീറ്റ് വരുന്നു. ഉടനെ ഇപ്പുറത്ത് നിന്ന് പരിചയവുമായി മുരളീധരനും എണീക്കുന്നു. അങ്ങനെ തരൂരിനെതിരെ ആരും വാളൊന്നും ഓങ്ങേണ്ട ആവശ്യമില്ല. ഈ പോഞ്ഞ കൊള്ളി പുറത്ത് എന്നൊരു നയമൊന്നുമില്ല. പോകുന്നവർ പോകട്ടെ, പോകുന്നവരങ്ങ് പടിയിറങ്ങി പോകട്ടെ എന്നൊരു നയമൊന്നുമില്ല. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ ഭവിഷ്യത്ത് പാർട്ടി കുറെ അനുഭവിച്ചിട്ടുമുണ്ട്. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ച നേതാവായ ഞാൻ കൂടിയുണ്ട് ഇതിനകത്ത്. DIC ഒക്കെ പ്രഖ്യാപിച്ച് ഞാനും ഇറങ്ങിപ്പോയതാണല്ലോ ഒരിക്കൽ. അതിന്റെ ഭവിഷ്യത്ത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊരു നയമൊന്നും വേണ്ട. പോകുന്നവർ പോകട്ടെ എന്ന നയമൊന്നും ഇവിടെ വേണ്ട. അങ്ങനെ ആരും വാളവും വേണ്ട തരൂരിനെതിരെ. തരൂരിനെയൊക്കെ നേതൃത്വം പറഞ്ഞ് ചർച്ച ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. തരൂരിനോടൊക്കെ നേതൃത്വം ചർച്ച ചെയ്ത് പരിഹരിക്കണം. അങ്ങനെ തരൂരിനെതിരെ വാളോങ്ങിയ ആളുകളെയും അവിടെ അടിച്ചിരുത്തി മുരളീധരനും സംഘവും. ഇന്നലെ പിന്നെ സുധാകരനും VM സുധീരനും ഒക്കെ ചർച്ചയിൽ ആ യോഗത്തിൽ പങ്കെടുത്തത് വലിയ മാറ്റത്തിന്റെ കാഹളമായ ആളുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. സുധാകരനൊക്കെ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ സണ്ണിച്ചായനൊക്കെ ഇന്നലെ വെള്ളം കുടിച്ച് മൂക്കിട്ട് ഇക്ഷ ഇണ്ണ വരച്ചു പോയേനെ. കാരണം മറ്റൊന്നുമല്ല, സുധാകരന്റെ ഒക്കെ ഉപദേശം സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ സണ്ണിച്ചായൻ ഇന്നലെ വെള്ളം കുടിച്ചു പോയേനെ എന്നാണ് ഇന്ദിരാഭവനിൽ നിന്ന് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വൃത്തങ്ങൾ പറയുന്നത്. കാരണം സണ്ണിച്ചായനൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഒരു തരത്തിലും ഈ ഒരു വലിയ ഈ തമ്മിലടിച്ച് പിണങ്ങി പടലപ്പിണക്കത്തിൽ നിൽക്കുന്ന ആളുകളെ, ഗ്രൂപ്പ് കളിച്ച് ആളുകളിച്ച് നിൽക്കുന്ന ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള യാതൊരു കഴിവും കോർഡിനേഷൻ കഴിവൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ സമവായത്തിന്റെ പേരിൽ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി കൊണ്ട് ഈ KPCC പ്രസിഡന്റിനെ കസാരയിൽ കൊണ്ട് ഇരുത്തിയതിന്റെ ഭവിഷ്യത്ത് ഹൈക്കമാൻഡിന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗം നൽകിയത്. ഏതായാലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇന്നലത്തെ യോഗം കഴിഞ്ഞുപോയി. അത് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഈ ഉരുണ്ടു വരേണ്ട ഈ സണ്ണിച്ചായൻ ഈ മാടമ്പള്ളിയിലെ മനോരോഗികളെ തളയ്ക്കുന്നതെന്ന് നമുക്ക് കാണാം.